നമസ്കാരം. ഐറിൻ പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇപ്പോൾ ജൂലൈ മാസത്തെ 1600 രൂപയുടെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നു. സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് മുമ്പുണ്ടായിരുന്ന കുടിശ്ശിക നൽകണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗഡുക്കൾ 3200 രൂപയാണ് വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം, പെൻഷൻ, സാമ്പത്തിക ചിലവുകൾ ഇതിനുള്ള തുക ഉറപ്പാക്കുന്നതിനായി വീണ്ടും കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. ഈ കഴിഞ്ഞ 31,000 കോടി രൂപയാണ് കടമെടുത്തത്. സർക്കാർ 2 ആഴ്ച പിന്നിടുമ്പോൾ 30,000 കോടി രൂപ കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. കടപ്പത്രങ്ങൾ ഇറക്കി ഇന്ന് എടുക്കും. 2024-25 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിന് 21,000 കോടി കടമെടുക്കാൻ ആവശ്യമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 6-ന് 30,000 കോടി രൂപയാണ് എടുക്കുന്നതോടെ നടപ്പുവർഷം 20,000 കോടി രൂപ, ജൂലൈ മാസം 31,000 കോടി രൂപ കടമെടുത്ത് ബാക്കി. ഓണത്തോടനുബന്ധിച്ച് സർക്കാരിന് വൻ വെല്ലുവിളികളാണ്. സാധാരണ ഓണക്കാലത്ത് മുമ്പ് ശമ്പളം, ആനുകൂല്യം ഇവയെല്ലാം ശരാശരി 16,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവാക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ചിലവിട്ടത് 19,000 കോടി രൂപയാണ്. കേന്ദ്രം അനുവദിച്ചൊരു കടം പദ്ധതി തീർപ്പാക്കും.